നമസ്കാരം. നിമിഷപ്രിയ ജീവനോടെ നാട്ടിൽ തിരികെ എത്തുമോ? ഈ ഒരു ചോദ്യമാണ് കേരളം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. യമനിലെ സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ഒക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചു എന്ന് കേൾക്കുന്നു. എന്തായാലും വധശിക്ഷ മരവിപ്പിച്ചിട്ടില്ല, നീക്കിവെച്ചിരിക്കുകയാണ്, മാറ്റിവെച്ചിരിക്കുകയാണ്. 16-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. മാത്രമല്ല, ഈ മരിച്ചുപോയ യമൻ പൗരൻ അഹമ്മദിയുടെ ബന്ധുക്കളൊക്കെ തന്നെ വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാൻ യമൻ തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടു എന്ന തരത്തിൽ വരെ വാർത്തകൾ വന്നു. ശരിക്കും ഇതിൽ ഇടപെടുന്നവരാണ്? ഇടപെട്ടത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ചാണ്ടി ഉമ്മൻ MLA ഗവർണറെ കണ്ട് സർക്കാർ നയതന്ത്ര തലത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ യമൻ വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനും സംഭാഷണങ്ങൾക്കും സന്ധി സംഭാഷണങ്ങൾക്കുമുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് അപേക്ഷിച്ചിരുന്നു. അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു രാഷ്ട്രീയ നയതന്ത്ര പ്രശ്നം എന്ന് പറഞ്ഞാൽ, യമൻ ഭരിക്കുന്നത് ഹൂത്തി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട തീവ്ര സ്വഭാവമുള്ള ആളുകളാണ്. ഈ ഹൂത്തി തീവ്ര സ്വഭാവമുള്ള ആളുകളുടെ ഭരണം നയതന്ത്ര തലത്തിൽ ഇന്ത്യ എന്നല്ല മിക്ക രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. പിന്നെ ഇന്ത്യക്ക് അവിടെ എംബസി ഇല്ല, യമനിൽ എംബസി ഇല്ല. യമന്റെ ഭരണ സംവിധാനമൊക്കെ തന്നെ ഇപ്പം ശരീഅത്ത് നിയമമാണ്, എന്നാൽ പോലും അവരുടെ ഭരണ സംവിധാനമൊക്കെ ഒരു മത തീവ്രതയുടെ ഏറ്റവും മുന്തിയ തരത്തിലുള്ള ഒരു തരം ഭരണ സംവിധാനമാണ് യമനിൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ഉള്ള സന്ധി സംഭാഷണങ്ങൾക്കുള്ള സാധ്യത മങ്ങുന്നത് അവിടെയാണ്. ഇപ്പോൾ കാന്തപുരം ഇടപെട്ടത് കൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള മുമ്പോട്ടുള്ള പോക്കൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. പക്ഷേ അത്തരത്തിൽ ഉള്ള കാര്യമല്ല നടക്കുന്നത്. നയതന്ത്ര തലത്തിൽ കേന്ദ്ര സർക്കാരാണ് ഇടപെടുന്നത് എന്നാണ് നിമിഷപ്രിയയുടെ അഡ്വക്കേറ്റ് പറയുന്നത്. എന്തായാലും കാന്തപുരം ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചാൽ മതി എന്നാണ് പൊതുസമൂഹം ഈ ഒരു വാർത്തയോടൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. ഇത് മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ അദ്ദേഹം ഒരു ചെറിയ പോസ്റ്റ് എഴുതി, അത് കണ്ടു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിൽ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോ, അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ്, ആവർത്തിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും യമൻ സൗദി ഭരണകൂടങ്ങൾക്കും ചാണ്ടി ഉമ്മൻ MLAക്കുമാണ് എന്നാണ് അനിൽ നമ്പ്യാർ പറയുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിട്ടില്ല, നീട്ടിവെക്കുകയാണ് ചെയ്തത്. വധശിക്ഷ കാണാൻ കൊല്ലപ്പെട്ട തലാലിന്റെ ഗ്രാമത്തിലുള്ളവർ പുറപ്പെട്ടു കഴിഞ്ഞു എന്നും ഈ സാമുവൽ ജെറോ പറയുന്നുണ്ട്. അത്രമാത്രം വൈകാരികമാണ് ആ വിഷയം. ഇയാളുടെ കൊല്ലപ്പെട്ട ആളിന്റെ വീട്ടുകാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ആശയവിനിമയം ഒന്നും നടത്തിയിട്ടില്ല എന്നറിയുന്നു. കാരണം അവർ അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പരിഹാരം ഉണ്ടാക്കാനാവുന്നില്ല എന്നിരിക്കെ എട്ടുകാലി മമ്മൂഞ്ഞാവാനുള്ള ചിലരുടെ വൃഥാശ്രമത്തിൽ പരിതപിക്കില്ല എന്ത് ചെയ്യും? നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നയതന്ത്ര തലത്തിൽ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ സൗദി ഗവൺമെന്റ്, സൗദിയും യമനും തമ്മിൽ നയതന്ത്ര ബന്ധമുണ്ട്. അത്തരത്തിൽ വലിയ ഇടപെടലുകൾ നടത്തിയിട്ട് ആണ് ഇപ്പോൾ ഈ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ലാതെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ യമനിൽ വധശിക്ഷ നീട്ടിവെക്കുകയോ മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യില്ല എന്നുള്ള കാര്യം അത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാന്തപുരം ആരാണ്? കാന്തപുരത്തെ അവരറിയുമോ? ഇല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇവിടുത്തെ മുസ്ലിം സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രായമായ വ്യക്തി എന്നുള്ളതല്ലാതെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് എന്ത് നയതന്ത്ര ഇടപെടൽ നടത്താൻ ഇതിനകത്ത് സാധിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കിയാൽ സാധിക്കും. ഇപ്പം മനുഷ്യാവകാശ പ്രവർത്തകൻ ഇദ്ദേഹം ഈ സാമുവൽ ജെറോ പറയുന്നത് തന്നെ അതാണ്. കേന്ദ്ര തലത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ തലത്തിലുള്ള വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളാണ് നടത്തുന്നത്. അപ്പം ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന്റെ നയതന്ത്ര ശക്തി എന്താണ് എന്ന് യമന് നന്നായിട്ട് അറിയാം. യമൻ ഭരണകൂടത്തിനും അവിടുത്തെ ഹൂത്തി ഭരണകൂടത്തിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കാം. ഇവർ അത്തരത്തിലുള്ള ഇടപെടലുകൾ പോലും വളരെ വിമുഖതയോടെയാണ് യമൻ കാണുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. അപ്പൊ പിന്നെ കാന്തപുരം വിളിച്ചു പറഞ്ഞാൽ, അബൂബക്കർ മുസ്ലിയാർ വിളിച്ചു പറഞ്ഞാൽ റെഡി, നിർത്തിയേക്ക്, അവരെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇത് കേൾക്കുന്നവർക്ക് വേണം എന്നത് നമുക്ക് ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ആ സ്ത്രീ രക്ഷപ്പെടട്ടെ, വധശിക്ഷ മരവിപ്പിക്കട്ടെ, അല്ലെങ്കിൽ അതില്ലാതാക്കട്ടെ. സാധാരണ തടവോ ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ദയാധനം ഈ മരിച്ച വ്യക്തിയുടെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരനാണ്. ഇയാളുടെ കുടുംബം ഏതാണ്ട് 8 കോടിയിലധികം രൂപ ദയാധനം അത് സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു. പൈസ കൊടുത്താലും അല്ലെങ്കിൽ പൈസ വേണ്ട, ഞങ്ങൾക്ക് വധശിക്ഷ നടപ്പിലാക്കി കണ്ടാൽ മതി എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു.
ഇത് ഈ യമൻ പൗരനെ മയക്കുമരുന്ന് കുത്തിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കവേ പിന്നീട് ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഇയാളെ ഇവരാണ് കൊന്നത് എന്നതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. പിന്നെ മറ്റൊരു രാജ്യമാണ്, അവിടുത്തെ നിയമ സംവിധാനമാണ്. അവിടെ നമുക്ക് വാദിക്കുന്നതിനൊക്കെ തന്നെ ഒരു പരിധിയുണ്ട്. എന്തായാലും ഇത് ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താകും കാര്യം എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നിമിഷത്തേക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ, വധശിക്ഷ റദ്ദാക്കപ്പെടുമോ, നീട്ടിവെക്കുമോ, അതോ ഇനി തടവ് ശിക്ഷ മാത്രമാകുമോ, അതോ വധിക്കപ്പെടുമോ, നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇതിനകത്തില്ല. വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് കാത്തിരിക്കാം. പോസ്റ്റിൽ പറഞ്ഞതുപോലെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും ആ കുടുംബത്തോടൊപ്പം മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കാനും മാത്രമേ നമുക്കിപ്പോൾ കഴിയൂ.